എറുമ്പിനെ എവിടെ പോയി? എടാ നിന്നെ കൊല്ലില്ല, സത്യമായിട്ട് കൊല്ലില്ല. എവിടെ ഒളിച്ചിരിക്കുന്ന ചെറുക്കി വാ. എന്നെ കൊല്ലരുത്. കൊല്ലില്ലടാ, നീ വാ. സത്യം? ആ സത്യം. സത്യമാണോ വാസുട്ടാ? ഇല്ലടാ, നിന്റെ ഞാൻ കൊല്ലില്ല. അന്നേ എനിക്കറിയാമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ തന്നെ നീ ഇവിടെ തിരിച്ചെത്തുന്നു. എടോ, ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് മരിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യമായില്ലേ? ഒക്കെ ഒരു തമാശ പോലെയാ. പിറന്നു വീഴുമ്പോൾ നമ്മൾ കരയുന്നു, മരിച്ചാൽ മറ്റാരൊക്കെയോ. അത്രയുള്ളതിന്റെ ഒക്കെ രഹസ്യം. പ്രായത്തിന്റെ ചാബല്യം. അതുകൊണ്ട് പിന്നെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് അന്ന് എനിക്ക് തോന്നി. ഏത് അത്ഭുതങ്ങളാണ് ലോകത്തിലുള്ളത്, പക്ഷേ 8ാമതൊരു അത്ഭുതം കൂടിയുണ്ട്. എന്താണെന്നറിയോ? സർക്കസ് കളിച്ചും മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളത്. ബോംബെയിൽ പോയി തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒരു ഹരത്തിന് വേണ്ടി രണ്ടുപേരെ തട്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു. ജീവിക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കാറുണ്ട്, പക്ഷേ അറിഞ്ഞുകൊണ്ട് എറുമ്പിനെ പോലും ഞാൻ നോവിച്ചിട്ടില്ല. സത്യം? പിന്നെ നിന്റെ കയ്യിൽ നിന്ന് പറ്റിയ 5000 രൂപ ഞാൻ തരാം. ഇപ്പോഴില്ല. വേണ്ട വാസുട്ടാ, വേണ്ട. 5000 അല്ല, 5 ലക്ഷം അല്ല, 50 കോടിയല്ല, അതിനും അപ്പുറം എത്ര അക്കങ്ങളുണ്ടോ അതൊന്നുമല്ല. അതില് മേലെയാണ് എന്റെ ജീവന്റെ വിലയെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. സന്തോഷപൂർവ്വം ഇനി ഞാൻ പോയി ജീവിച്ചോട്ടെ വാസുട്ടാ. നീ ധൈര്യമായിട്ട് പോയിക്കോ. നീ മിടുക്കനാണ്, നീ നന്നാവും. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. പോയിക്കോ. ഉഗ്രൻ. കൊള്ളാലോ കൊള്ളാലോ. കൊള്ളാലോ. അതിലും ബെസ്റ്റ് കാലക്കിട്ടുണ്ട്. ഉച്ച കള്ള, ഇതൊക്കെ എങ്ങനെ എടുത്തു? ഒക്കെ ഒളിഞ്ഞെടുത്തതാ. അറിയാതിരിക്കുന്ന ഫോട്ടോസിന് സ്വാഭാവികത കൂടും. ഇത് കണ്ടോ, വെരി നാച്ചുറൽ, കളർഫുൾ. ലുക്ക് ഫെന്റാസ്റ്റിക്. പക്ഷെ ബാക്ക് ലൈറ്റ് അല്പം കമ്മി, ഇത് ക്ലാരിറ്റി അല്പം കമ്മി. നിമിഷേക്കാ, ബട്ട് സൂപ്പർ പോസ്. വേണ്ട. ഗൾഫിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, കാസർഗോഡുകാരൻ അബ്ദുൽ സലാം. അവൻ പറയാറുണ്ട്, സ്വന്തം ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ശാഠ്യം, വാശി, താല്പര്യങ്ങൾ ഇതെല്ലാം കൂട്ടിക്കൊഴിച്ച് കോട്ടയുണ്ടാക്കി അതിൽ രാജാവായി കഴിയുന്നവനാണ് ഞാനെന്ന്. ശരിയാണ്. എന്റെ രാജ്യത്ത് ഞാൻ കൽപ്പിക്കുന്ന നിയമങ്ങളേ ഉള്ളൂ, എന്നെ അനുസരിക്കുന്നവരെ പാടുള്ളൂ. കൊക്കിട്ടുരുമ്മി ചിറകുകൾ ചികഞ്ഞ് പ്രേമസല്ലാപം നടത്തിയ 2 എണ്ണക്കുരുവികൾ, അതിലൊന്നിനെ അമ്പെയ്ത് കൊന്നു. വേണ്ട, വാൽമീകത്തിലേക്ക് നമുക്ക് പോവണ്ട. വളരെ പ്രാക്ടിക്കലായി പറയാം. ഒന്നിച്ചുള്ള കിളിയോട് പറന്നുപോയിക്കൊള്ളാൻ പറഞ്ഞോളൂ. മാനുഷാത കേട്ടിട്ടില്ലേ? അരുതേ കാട്ടാള, അരുത്. എന്നെ കാട്ടാളാക്കരുത്. ആണുങ്ങൾ പറയുന്നത് അനുസരിച്ച് ശീലമായി തരാനുള്ളൂ. അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് കണ്ടോ, പേപ്പട്ടിയെ തള്ള തല്ലിക്കൊല്ലിക്കാൻ. തല്ലിക്കൊല്ലാനൊക്കെ വരട്ടെ. ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് എന്തിനാ അവളെ നിർബന്ധിക്കുന്നത്? പോലീസേമാനികടി എത്തിയോ? എത്തി. എടോ നായരെ, ഇഷ്ടം ഉണ്ടായിട്ടായിരുന്നോ ഇവള് നിന്നെ കെട്ടിയത്? ആയിരുന്നോ? അതുപോലെ ഇഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചാ മതി. ഈ തറവാട്ടിൽ ഞാൻ തീരുമാനിക്കുന്നത് നടക്കൂ. ഈ തറവാടിത്തം എന്ന് പറയുന്നത് ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടേ കിട്ടൂ. ഓഹോ, അപ്പൊ തറവാടിത്തം നീ എന്നെ പഠിപ്പിക്കാനോ? അതെ, കൽപ്പിക്കുന്ന ഈ തമ്പുരാന്റെ മുന്നിൽ പാറാവുകാരനായി കഴിയുന്നവനാ ഞാൻ. പൊന്നും പണവും ഒന്നുമില്ല, വെറും ഈ കാക്കി വേഷം മാത്രം. എങ്കിലും മനസാക്ഷിയുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നന്നായാൽ എല്ലാം നന്നായി, അത് നശിച്ചാൽ എല്ലാം നശിച്ചു. ആ ഹൃദയമേ ഇല്ലാത്തവനായി പോയി നിങ്ങളുടെ ഈ അച്ഛൻ. അലറണ്ട. ഈ അലർച്ച ഞാൻ കുറെ കേട്ടതാ. സ്നേഹിക്കുന്നവരുടെ ഹൃദയം പറിച്ചറിയാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു മനുഷ്യ? പൊന്നുകെട്ടിയ പല്ലും തുന്നിക്കെട്ടിയ ഹൃദയവുമായി ദുഷ്ടനെ പോലെ ഇങ്ങനെ വടിയും കുത്തി ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതുവരെ ഞാൻ ബഹുമാനിച്ചു, അനുസരിച്ചു. അത് പാപ്പരത്വം കൊണ്ടായിരുന്നില്ല, എന്റെ വ്യക്തിത്വം കൊണ്ടായിരുന്നു. അറിയോ? അരവിന്ദേട്ടാ മതി. എന്ത് മതിയാക്കാൻ? എന്റെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ സഹിക്കുക. നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കില്ല.
നാളെ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ തന്നെ അച്ചൂട്ടിയുടെയും ശ്യാമളയുടെയും രജിസ്റ്റർ മാരേജ് നടന്നിരിക്കും. നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ വീട്ടിൽ നടക്കുമ്പോ പ്രശ്നമാവോ? ഒരു പ്രശ്നവുമില്ല. തൊഴാനെന്നും പറഞ്ഞ് നാളെ രാവിലെ ശ്യാമളയും കൊണ്ട് ശാന്തിനി അമ്പലത്തിലെത്തും. കൃത്യം 10 മണിക്ക് ശ്യാമളയെ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാസുവേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാറുമായിട്ട് വാസുവേട്ടൻ രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളും. പിന്നെ 15 രൂപയുടെ മുദ്രപത്രമായി നീ രജിസ്റ്റർ ഓഫീസർ റെഡിയായി നിൽക്കണം. ഏത് സമയത്ത് മുത്തശ്ശി ഹോസ്പിറ്റലിലാ. നീ ഇതെവിടെ പോയി കിടക്കുക? അമ്മയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്തുപറ്റി? യൂട്രസ് കംപ്ലൈന്റ്, ആസ്മ, അങ്ങനെ 100 രോഗമല്ലേ. നീ വരുന്നുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? വാ, വേഗം വാ. മോനെ എന്താ അമ്മേ? തീരെ വയ്യ മോനെ, തൊണ്ട വരണ്ടിട്ട് വയ്യ. കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും. ആ, നീ ഫ്ലാസ്കും എടുത്തേ. പെട്ടെന്ന് കുറച്ച് കാപ്പി വാങ്ങിച്ചിട്ട് വരാം. ഹായ് കുന്തു, ഇതെന്താ ഇവിടെ? അത് പിന്നെ ഈ ലതയെ കാണാൻ വന്നപ്പോ എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു രോഗി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. രോഗിയെ കണ്ടപ്പോ അവർക്ക് കാപ്പി വേണമെന്ന് പറഞ്ഞു. കാപ്പി വാങ്ങാൻ പോകുമ്പോ ദാ ഇപ്പൊ ലതയെ കണ്ടു. ഓ, സർപ്രൈസ് അല്ലേ? അല്ല, വല്ല ഇലക്ഷൻ മത്സരിക്കാൻ ഉദ്ദേശമുണ്ടോ? ഹോസ്പിറ്റലിൽ വന്ന് ചായയും കാപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. ഹേയ്, ജസ്റ്റ് ഓൺലി എ ഹെൽപ്പ്. കൊള്ളാലോ. ഇതെന്താ രണ്ടുപേരും? ഓ, പ്രേമത്തിന്റെ പുതിയ മാനങ്ങൾ. ബീച്ച്, പാർക്ക്, ഇപ്പൊ ഹോസ്പിറ്റൽ. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നല്ല പ്രൈവസി അല്ലേ? അയ്യോ, അതല്ല. ഞാൻ പിന്നെ ഈ പിന്നെന്താ ഇവിടെ? അത് ഈ എന്റെ കയ്യിലൊരു ഫ്ലാസ്കുമായിട്ട്. കുന്തുവിന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട് ആരും ഉണ്ടത്രേ. ഏത് വാർഡിൽ? ജനറൽ വാർഡില്ല, എ ബ്ലോക്കിൽ. എന്റെ വാർഡാണല്ലോ അത്. ഇന്ന് അഡ്മിറ്റ് ചെയ്ത ഒരു ജാനകിയം വേണോ? അതെ, ഓ, ഷീസ് മൈ പേഷ്യന്റ്. കുന്തുന്റെ ആരാ? എന്റെ അകന്ന ബന്ധത്തിൽ ആരും ആണത്രേ. വലിയ ജനസേവകനാ. നടക്കട്ടെ നടക്കട്ടെ. ആ, ഹലോ സെവന്റ്. സേവനം കഴിഞ്ഞാലേ ആന്റിയുടെ ക്യാബിനിലോട്ട് വരണം കേട്ടോ. ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി നേരം അവിടെ നിന്ന് പ്രേമിക്കാം. ഓക്കെ? സ്വന്തം അമ്മയെ കൂടി തള്ളി പറയേണ്ടി വന്നു. വേണ്ടായിരുന്നു. ദാ കാപ്പി. ആ, പിന്നെ ഇട്ടണതിന് മുമ്പ് നീ പൊക്കോ. അമ്മയ്ക്ക് കൂട്ടിന് ഞാൻ നിന്നോളാം. മോനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഒരു അബദ്ധം പറ്റി, തിരുത്തണം. നീ ഗ്രാമങ്ങളിൽ പോയി സേവനം നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ എലിസബത്ത് മിസ്സിസ് മേനോനും കെണിയല്ലോ. വേണ്ട, ഇവിടുത്തെ ആഹ്ലാദത്തിനർപ്പിൽ ഇപ്പോൾ ഒരു കോമാളി ആവണ്ട.